ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നാളെ യോഗം വിളിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കർഷകരുടെ കണ്ണിൽ പൊടിയിടാനാണോ എന്ന ചോദ്യം ഉയരുന്നു. ഇടയ്ക്കിടയ്ക്ക് യോഗം വിളിക്കുന്നതല്ലാതെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 9 വർഷമായി നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ തുടരുന്നു എന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്ക് പാലക്കാടേക്ക് പോകാം. അവിടെ കർഷകർക്കൊപ്പം അരുൺ ആലത്തൂർ തയ്യാറാണ്. അരുൺ, എന്താണ് കർഷകർക്ക് പറയാനുള്ളത്? നമ്മുടെ സർക്കാരിന്റെ ഇടപെടലൊക്കെ പര്യാപ്തമാണോ? രാഖി, പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലമായപ്പോഴേക്കും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഉൾപ്പെടെ യോഗം വിളിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യോഗം വിളിക്കുന്നതല്ലാതെ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നേ ഇല്ല എന്നുള്ളതാണ്. നെല്ല് സംഭരണം എപ്പോഴും കീറാമുട്ടിയായിട്ട് തുടരുന്നു. കർഷകരാണെങ്കിൽ ഓരോ തവണയും ഓപ്പൺ മാർക്കറ്റിൽ തുച്ഛമായ വിലയ്ക്ക് നെല്ല് വിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴാണെങ്കിൽ രണ്ടാം വിള കൃഷി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. രണ്ടാം വിള കൃഷിയിൽ ഇപ്പോൾ അവർ വളമിടുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ പോലും കർഷകർക്ക് ഈ യോഗങ്ങളും മറ്റും വിളിച്ചു ചേർത്താൽ അതിലൂടെ ഏതെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാന ആവശ്യം ഈ നെല്ല് സംഭരണത്തിലൊരു സ്ഥിരം സംവിധാനം കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിനുവേണ്ട നടപടി കഴിഞ്ഞ 9 വർഷ കാലയളവിലും ഉണ്ടായിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, സമാനതകളില്ലാത്ത ദുരിതമാണ് കർഷകർ അനുഭവിച്ചത് എന്നുള്ളതാണ്. ഏതായാലും കർഷകരായ ആളുകൾ തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഈ എങ്ങനെയാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്, എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ? ഇത് സ്ഥിരം പരിപാടിയാണ്. നെല്ല് സംഭരണ കലണ്ടർ പ്രകാരം, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കലണ്ടർ പ്രകാരം രണ്ടാം വിള ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ ജനുവരി അവസാനത്തോടുകൂടി കൊയ്ത്ത് ആരംഭിക്കുകയാണ്. ആ ആരംഭിച്ച നെല്ലിന് സംഭരിക്കാനുള്ള നടപടികൾ ഇന്നേ വരെ 2023 മുതൽ ഇന്നേ വരെ കൃത്യസമയത്ത് നെല്ലെടുത്ത് സംഭരിച്ചിട്ടില്ല. അതുകൊണ്ട് കർഷകന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൃഷിക്കാരൻ മില്ലുകാരുടെ വിലയ്ക്കാണ് കൊടുക്കുന്നത്. അത് വൻ നഷ്ടമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നാളെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ തീരുമാനം ഉണ്ടാവും എന്നുള്ള വിശ്വാസമില്ല. കാരണം കഴിഞ്ഞ തവണയും മുഖ്യമന്ത്രി ഇടപെട്ടതാണ്. മില്ലുകാരുടെ ചില കണ്ടീഷൻസ് പറയും ആ സമയത്ത്, അത് ഗവൺമെൻറ് അംഗീകരിക്കില്ല. ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ ഇനിയും നീണ്ടുപോകാനാണ് സാധ്യത. പടിഞ്ഞാറൻ മേഖലയിൽ കൊയ്ത്ത് ആരംഭിക്കും. ഇവിടെ പാലക്കാട്, ചിറ്റൂർ, ആലത്തൂർ, പാലക്കാട് മേഖലയിൽ ഫെബ്രുവരി ലാസ്റ്റ് മാത്രമേ കൊയ്ത്ത് ആരംഭിക്കുകയുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം. അല്ലെങ്കിൽ കർഷകൻ്റെ കാര്യം വളരെയേറെ ദുരിതത്തിലാണ് എന്നാണ് പറയാനുള്ളത്. ഈ ഓരോ തവണ യോഗം വിളിക്കുന്നു, ആ യോഗത്തിന് ശേഷം ഇതിലൊരു കൃത്യമായ ഒരു സ്ഥിരം സംവിധാനം വേണമെന്നുള്ളത് തന്നെയല്ലേ കർഷകരുടെ ആവശ്യം? തീർച്ചയായും. ഇത് പണ്ട് മുതൽ കർഷകർ പറയുന്നതാണ്. ബഡ്ജറ്റിൽ നെല്ല് സംഭരണത്തിന് വേണ്ടി തുക മാറ്റിവെക്കണം എന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് കർഷകർ പറയുന്നതാണ്. അത് ഇന്നേവരെ മാറ്റിവെച്ചിട്ടില്ല. മാത്രമല്ല, ലാൻഡ് ബോർഡ് കമ്മീഷൻ ഭൂമി തരമാറ്റിയ വകയിൽ 1600 കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ആ തുക മാറ്റിവെച്ചാൽ മതി. അത് എന്തുകൊണ്ട് മാറ്റിവെക്കുന്നില്ല? ആ തുക വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് സർക്കാർ. ഹൈക്കോടതിൻ്റെ കർശനമായ ഉത്തരവുണ്ടായിട്ടും ഗവൺമെൻറ് വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ്. ആകെ കേരളത്തിലെ 1ാം വിളയും 2ാം വിളയും 1600 കോടി രൂപയുടെ നെല്ലേ ഉള്ളൂ. സർക്കാരിൻ്റെ കയ്യിൽ ഭൂമി തരമാറ്റിയ വകയിൽ 1605 കോടി രൂപയുണ്ട്. ആ തുക മാറ്റിവെച്ചാൽ മതി നെല്ല് സംഭരണത്തിന് വേണ്ടി മാത്രം. അത് ഒരു റിവാൾവിംഗ് ഫണ്ടായി ഉപയോഗിക്കുക. കേന്ദ്ര സർക്കാരിൽ നിന്നും പൈസ കിട്ടുമ്പോൾ അത് ഈ ഫണ്ടിലേക്ക് മാറ്റം ചെയ്യുക. അങ്ങനെ നിലപാട് എന്തുകൊണ്ട് സർക്കാർ ചെയ്യുന്നില്ല? ഇതിൽ വലിയൊരു കള്ളക്കളിയുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. എങ്ങനെയാണ് ഈ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷയുണ്ടോ? ഒന്നാമത് നെല്ല് സംഭരണം അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ പരാജയമാണ്.
ആ സിസ്റ്റത്തിൻ്റെ പരാജയത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിട്ടുള്ള രേഖകൾ. 2025-26 സാമ്പത്തിക വർഷത്തിൽ നെല്ല് സംഭരണത്തിനായിട്ട് സെപ്റ്റംബർ 1 തീയതി നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ തുടങ്ങേണ്ടപ്പം ഓഗസ്റ്റ് 25 തീയതി മാത്രമാണ് മില്ലുകാരോട് കരാറിനുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സപ്ലൈകോയുടെ ഭാഗത്തു നിന്നും അതിനായിട്ട് ടെൻഡർ വെച്ചിരിക്കുന്നത്. 4 ദിവസം മുൻപ് വെച്ചിട്ടുള്ള ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായി പറഞ്ഞിരിക്കുന്നത് നവംബർ 15. മനസ്സിലാക്കണം, സെപ്റ്റംബർ 1 തീയതി നെല്ല് സംഭരണം തുടങ്ങേണ്ടിടത്ത് ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 15. പിന്നെ എങ്ങനെയാണ് ഇവിടെ നെല്ല് സംഭരണം സെപ്റ്റംബർ 1 തീയതി തുടങ്ങാൻ പറ്റുക? അപ്പോൾ ഇത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ കൃത്യമായി നടപടികളെടുത്ത് അവർക്കെതിരെ നടപടികളെടുത്ത് നെല്ല് സംഭരണം മാത്രമല്ല, ഇന്ന് ഏതൊരു കാര്യങ്ങൾ നോക്കിയാലും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പൈസ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയ രേഖകളിൽ കഴിഞ്ഞ 5 വർഷത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാനുള്ള പണത്തിൻ്റെ വിവരങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പം ഏതാണ്ട് 1000 കോടിയിൽ താഴെ മാത്രമാണ് നമുക്ക് കിട്ടാനുണ്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 450ഓളം കോടി രൂപ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കൊടുത്തിട്ടുള്ള ബില്ലുകളുടെ മാത്രമാണ്. അപ്പോൾ അതിന് മുൻപുള്ള രേഖകൾ പ്രകാരം 500 കോടിയിൽ താഴെ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ളൂ. കേരള ഗവൺമെൻറ്റിൽ നിന്ന് ഏതാണ്ട് 300 കോടി രൂപ സപ്ലൈകോയിലേക്ക് കൊടുക്കാൻ കുടിശ്ശികയുണ്ട് എന്ന് സപ്ലൈകോ രേഖാമൂലം എഴുതി തന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാതും കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് കണക്കുകൾ ഉൾപ്പെടെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. 2021-22 സീസണിൽ 253 കോടി, 2022-23 സീസണിൽ 63 കോടി സംസ്ഥാന വിഹിത കുടിശ്ശിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിലേക്ക് ബില്ലുകൾ സമർപ്പിക്കേണ്ട സമയത്തിനനുസരിച്ച് സമർപ്പിക്കുകയും മറ്റ് നടപടികളും ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഓരോ ഫയലും ഓരോ ജീവിതമല്ല. കർഷകരുടെ ഒരു ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് കൃഷിക്കാരുടെ, അവരെ ആശ്രയിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ഫയലാണ്. അത് കൃത്യമായ നിലപാടുകൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാത്രം തീരാവുന്ന പ്രശ്നമാണ്. ഇതിന് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ആവശ്യമുള്ളത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഇപ്പോഴത്തെ ഇങ്ങനെ ഇടക്കിടക്ക് യോഗം ചേരുന്നു എന്നുള്ളത് അത് എങ്ങനെയാണ് കാണുന്നത്? യോഗങ്ങൾ വെറും പ്രഹസനം മാത്രമായിട്ട് മാറരുത്. യോഗങ്ങൾ പ്രഹസനം മാത്രമായി മാറുമ്പോഴാണ് കർഷകർക്ക് ഇവിടെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിലെ കർഷകർക്ക് മുഴുവൻ PRS ലോണുകൾ വഴിയാണ് നെല്ലിൻ്റെ വില കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഈ PRS ലോണിൽ 2022-23 കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള ഏതാണ്ട് 500 കോടിയോളം രൂപ ഇപ്പോഴും കേരള ബാങ്കിലേക്ക് തിരിച്ചടച്ചിട്ടില്ല എന്നാണ് സപ്ലൈകോ തരുന്ന വിവരാവകാശ രേഖകൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 500 കോടിയോളം രൂപ കൃഷിക്കാരുടെ പേരിൽ എടുത്തിട്ടുള്ള ലോണുകളാണ്. ഈ കൃഷിക്കാരുടെ പേരിൽ എടുക്കുമ്പം ആ കൃഷിക്കാർ മാത്രമാണ് ലോണുകൾക്ക് ബാധ്യത വരുന്നത്. അവർക്കെതിരെ ലോണ് തിരിച്ചടയുവാനുള്ള നടപടികൾ എടുക്കാൻ നിയമപ്രകാരം അധികാരമുണ്ടെന്ന് ബാങ്കുകളും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം പറയുന്നുണ്ട്. അപ്പോൾ കർഷകരെ ഒരു വശത്ത് ചൂഷണം ചെയ്യാനായിട്ട് മില്ലുകാർക്കോ അല്ലെങ്കിൽ ഇടനിലക്കാർക്കോ വിട്ടുകൊടുക്കുകയും മറ്റൊരു വശത്ത് കർഷകരുടെ പേരിലെടുത്ത വായ്പകൾ തിരിച്ചടവിന് മുടക്കം വരുത്തി കർഷകർക്ക് സിബിൽ സ്കോർ ബാധിച്ച് അതുവഴി മറ്റ് നടപടികളിലേക്കും പോകുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാതും ഒരു മീറ്റിങ്ങുകൾ കൊണ്ട് തീരുന്ന പ്രക്രിയയല്ല. കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടി കൃത്യമായ നടപടികളെടുത്ത് തീർക്കേണ്ട വിഷയമാണ്. അത് ഏതെങ്കിലും ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു മീറ്റിങ്ങുകൾ കൊണ്ട് മാത്രം തീർക്കേണ്ട വിഷയമല്ല എന്നും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഇതിലുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലെ നിലവിലുള്ള കർഷകരെയെങ്കിലും സംരക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് ഭരണാധികാരികൾ നടപടികൾ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുതന്നെയാണ് കൃത്യമായ വാക്കുകളാണ്. അതായത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് കർഷകരുടെ വോട്ടുകളൊക്കെ CPM-ൽ നിന്നും നഷ്ടമായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ ബോധ്യത്തിലാണ് മുഖ്യമന്ത്രി വീണ്ടും ഒരു യോഗം വിളിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യോഗം വിളിക്കുന്നതല്ല വേണ്ടത്. ഈ കൃത്യമായിട്ട് ഇതിലൊരു സംവിധാനം കൊണ്ടുവരിക, കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് നടത്തുക, അതിനുവേണ്ടി ആത്മാർത്ഥമായ ശ്രമമാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് തന്നെയാണ് കർഷകർ വ്യക്തമാക്കുന്നത്. രാഖി, എന്തായാലും കർഷകർ ആവശ്യപ്പെട്ടതുപോലെ
യോഗങ്ങൾക്കല്ല ഇവിടെ പ്രസക്തി എന്നുള്ളതാണ്. അവർക്ക് പ്രശ്നപരിഹാരമാണ് വേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടണം. അതിന് സർക്കാർ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം എന്നുള്ളതാണ്. പാലക്കാട്ടെ കർഷകർക്കൊപ്പമാണ് അരുൺ ആലത്തൂർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.